ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരുന്നത് നോക്കാം. ലവേഴ്സ് കാർഡാണ്. പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇത് ഈ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം നിങ്ങളുടെ ചോയ്സ് ആണെന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിച്ച് പോയതായിരിക്കാം, ചീറ്റ് ചെയ്ത് പോയതായിരിക്കാം. ഇത് ആരും ആകാട്ടോ, നിങ്ങളുടെ ലവറാകാം, ഹസ്ബൻഡാകാം, വൈഫാകാം, കുട്ടികളാകാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആകാം, സുഹൃത്തുക്കളാകാം, ആരുമാകാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ആകാം. ഇതിൽ ഈ ഒരു വ്യക്തി മൂലം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, പണനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. പക്ഷേ അത് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആലോചിക്കണം. ഈ ഒരു വ്യക്തിക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇത് ചിലപ്പോൾ ഒരു ചെറിയ കാലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമുള്ള വ്യക്തികളും ആകാം. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ ചാൻസസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരാളിന് ഒരു ചാൻസ് മാത്രം കൊടുക്കേണ്ടുന്ന ചില റിലേഷൻഷിപ്പുണ്ട്. നമുക്ക് അത്രയധികം ഒരു എന്താണ് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ കുറച്ച് സമയം മാത്രം നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നെങ്കിൽ, ഈ ഒരു സമയം അവരുമായിട്ട് നമുക്ക് അവരെ വിട്ടിട്ട് പോകാൻ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു വീണ്ടും സെക്കൻഡ് ചാൻസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചില ആൾക്കാർ അത് ആ ഒരു തവണ മാത്രമേ അവർക്ക് ആ ചാൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം തന്നെ അവർക്ക് അവരുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഓരോ നിമിഷവും അത് പ്രണയം കൊണ്ടുവരാൻ ശ്രമിക്കുക. ജീവിതത്തിലുടനീളം പ്രണയം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ നിമിഷവും, ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റ് നമ്മൾ പ്രണയം ആസ്വദിക്കാൻ ശ്രമിക്കുക. അത് മറ്റു വ്യക്തികൾ വേണമെന്ന് ചിന്തിക്കാതിരിക്കുക. ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മളെല്ലാ കാര്യത്തെയും, നമ്മളുടെ മുന്നിൽ കാണുന്ന എന്ത് കാര്യവും നമ്മൾ പ്രണയത്തോടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ തന്നെ ഒരുപാട് പ്രണയിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ വ്യക്തികൾ വന്ന് അവരുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരാൾ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് ഒരുപാട് പ്രണയവുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യം തന്നെ കണ്ടത് രണ്ടും ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട രണ്ട് കാർഡുകളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ജീവിതത്തിൽ ആരാണോ വേണ്ടത്, ആര് വേണ്ട എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. നമ്മളുടെ ഫ്രീ വിൽ ഉപയോഗിക്കുക. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിച്ചേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലോ, എന്തെങ്കിലും നിങ്ങളുടെ വർക്ക് എന്തെങ്കിലും പെൻഡിങ് ആണെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സഹായിച്ചേക്കാം. ചിലപ്പോൾ സാമ്പത്തികം തന്ന് നിങ്ങളെ സഹായിച്ചേക്കാം. ചിലപ്പോൾ നല്ല വാക്കുകളിലൂടെ ആയിരിക്കാം നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി തന്നവർ നിങ്ങളെ സഹായിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യാൻ ഇന്നത്തെ ദിവസം ആരെങ്കിലും വരുന്നു എന്നുള്ളതാണത്. എപ്പോഴും നമ്മളുടെ വേവലെങ്കിലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നതാണ് നല്ലത്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എൻ്റെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുമോ. പിന്നെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ മറ്റുള്ള
ആൾക്കാരുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല. അത് കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രമേ അവർക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഒരു നല്ല സൗഹൃദം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പുറത്തു പോവുകയോ അല്ലെങ്കിൽ ആ സൗഹൃദം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസം കൂടിയാണ്. ജസ്റ്റിസാണ്. നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. നിങ്ങൾക്കറിയാം നിങ്ങളിൽ സത്യമുണ്ട്, നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പാസ്റ്റിൽ കുറേയധികം സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് ഉണ്ടായേക്കാം. ചീറ്റ് ചെയ്യാം, ഒഴിവാക്കപ്പെടാം, മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യാം, ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു നിമിഷം പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായേക്കാം. ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ കൂടെ നിങ്ങൾ ജീവിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാത്ത, നിങ്ങൾ എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങളുടെ സത്യം തെളിയിക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, നമ്മളുടെ കർമ്മ നമ്മളിലേക്ക് തിരിച്ചു വരും, അതിൽ ഒരു സംശയവും ഇല്ല. അത് നിങ്ങൾ മാറ്റി പറയേണ്ട അല്ലെങ്കിൽ മാറ്റി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കുക. ഇന്ന് ജസ്റ്റിസ് കിട്ടും എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹനത്തിനും ക്ഷമയ്ക്കും ഒക്കെ വേദനയ്ക്കും ഒക്കെ പ്രതിഫലം കിട്ടുന്നു. അത് കിട്ടും, ചിലപ്പോൾ ഇന്നല്ലായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കുറച്ച് ആൾക്കാർ നമുക്ക് ചിലപ്പോൾ ഈ റീസെൻ്റ്ലി നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം അതിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് തന്നെ കൂടുതൽ ആലോചിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം. നമ്മൾ ഒരുപാട് അതിൽ അഡിക്റ്റഡ് ആയിട്ടിരുന്ന് നമുക്ക് ഗ്രോത്ത് വരില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം തന്നെ ആ ഒരു കാര്യം ഉണ്ടാക്കിക്കളയും. അത് ചില റിലേഷൻഷിപ്പ് ആകാം, ചില അഡിക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളാകാം, ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ ആകാം. അതിൽ നമ്മളൊരു കംഫർട്ട് സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തിരിക്കും. എനിക്കിതേ പറ്റുള്ളൂ, എനിക്കിതാണ് ഇഷ്ടം. എപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, എനിക്കിതാണ് ഇഷ്ടം, ഇതിനപ്പുറം ഞാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ദിവസം ദൈവം തന്നെ വിചാരിക്കും ഇനി ഇത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പുറത്തിറങ്ങൂല, അവർക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, അവരെന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് മനസ്സിലാക്കുക പോലുമില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇരിക്കുന്ന ആ ഒരു കാര്യം പെട്ടെന്നില്ലാതാക്കി കളയും. അപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിറകിലുള്ളൊരു കാര്യം ഇതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേറെ കുറേ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സോളിൻ്റെ നിങ്ങളുടെ സോൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് മാത്രമാണ് അത് നിങ്ങൾക്ക് ഇല്ലാതായിപ്പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയത്. അത് തിരിച്ചറിയേണ്ട ഒരു സമയമായി എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത് എന്ന് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുക എന്നുള്ളതാണ് കാണുന്നത്. ഇതൊന്നും നഷ്ടപ്പെട്ടു പോയതൊന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റൂല, എനിക്ക് വേറെ ഒരു തരത്തിലുള്ള സന്തോഷമോ സമാധാനമോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ ശരിക്കും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നിങ്ങൾ വിശ്വസിക്കുക, മനസ്സിലാക്കുക. ഫൈവ് ഫാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഈവൻ നിങ്ങളുടെ യാത്രയിലോ പോലും ആരെങ്കിലുമൊക്കെ നിങ്ങളോടൊന്ന് മത്സരിക്കാനോ വഴക്കിടാനോ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാം. നിങ്ങളോട് മത്സരം ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം അവരത് പുറത്ത് കാണിക്കും.
അപ്പോൾ നിങ്ങളോട് മത്സരിക്കുന്ന ആൾക്കാർ, അത് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം. അതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ഒരു മത്സരബുദ്ധിയോ ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. അവർ ഇന്ന് ഒരു സാഹചര്യം കിട്ടിയാൽ അവരത് പുറത്തെടുക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബുദ്ധിപൂർവം ഇന്നത്തെ ദിവസം നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പം നമ്മളെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് പോകാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളൊരു ദിവസമാണ്. കാരണം അത്രയും സാഹചര്യങ്ങൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പം അത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇന്ന് ആരെങ്കിലും നമ്മുടെ പ്രത്യേകിച്ചും വർക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളോട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനോ പ്രൊവോക്ക് ചെയ്യാനോ ഒക്കെ നോക്കിയാൽ നമ്മളത് വളരെ കാം ആൻഡ് കൂളായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുറച്ച് ബുദ്ധി ഇന്നത്തെ ദിവസം പ്രയോഗിക്കണം എന്നുള്ളതാണ്. ഈവൻ റിലേഷൻഷിപ്പിൽ പോലും ഒരു ഈഗോയും കാണിക്കാതിരിക്കുക. ഇന്നത്തെ ദിവസം നമ്മളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനോ നമ്മളെ വിഷമിപ്പിക്കാനോ പറഞ്ഞതാണെങ്കിൽ കൂടി നമ്മളത് അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. അത് ഇന്നത്തെ ദിവസം നമ്മളതിൽ ഒരുപാട് പ്രോഗ്ഡ് ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് മോശമായി തീരാനുള്ളൊരു അവസരം ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ഇത് അവരിങ്ങനെ പറയും. നമ്മളെ ഒന്നും അറിയാത്ത കാര്യത്തിരുന്ന് കുറ്റപ്പെടുത്തും, നമ്മളെ ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം അതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പരസ്പരം ഒരുപാട് സംസാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് എവിടെയായാലും, വീട്ടിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഈവൻ സുഹൃത്തുക്കളുടെ ഇടയിലായാൽ പോലും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ കുറേ നേരം ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാർ നമ്മളുടെ ആ ഒരു സംസാരം കൊണ്ട് ചിലപ്പോൾ നമുക്ക് വേറെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ ഇന്നത്തെ നമ്മളുടെ എനർജി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക. ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ കുറേ നേരം ഫോണിലൊക്കെ സംസാരിച്ച് വേസ്റ്റ് ചെയ്യാതിരിക്കുക. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിന്ന്. ഒരു റിലേഷൻഷിപ്പ് റീഡിങ് പോലെയാണ് കാണുന്നത്. ടു ഓഫ് കപ്സും ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സോൾ പാർട്ട്ണർ നിങ്ങളെ തിരക്കി വരുന്നു എന്നുള്ളതാണ്, നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ ഒരു ബ്രേക്കപ്പോ ഉണ്ടായി പോയതായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ സ്പേസിൽ നിന്ന് നിങ്ങൾ മാറിക്കൊടുക്കാതിരിക്കുക. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിലേക്ക് വരുമ്പം ആദ്യം നമ്മൾ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കാനും അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കാനും ശ്രമിക്കും. പക്ഷേ പിന്നെ നമ്മളുടെ സ്പേസ് ഇല്ലാതായി പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സ്പേസ് വിട്ടുകൊടുക്കാതിരിക്കുക. ആർക്കും ഒരാളിനും നമ്മളുടെ സ്പേസ് വിട്ടുകൊടുക്കാതിരിക്കുക. അപ്പം നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. അപ്പോൾ മറ്റുള്ളവർ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് സമയം ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അങ്ങനെയുള്ള കാര്യം ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ സ്പേസ് ആർക്കും ഇന്നത്തെ ദിവസം വിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ട്രാവൽ കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജി. ഒന്നുകിൽ നിങ്ങൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രിപ്പ് പോകുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾക്കൊരു യാത്ര വേണമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണത്. നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന്. അപ്പോൾ അത് ഒരു യാത്ര പോയി ഒരു ചേഞ്ച് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ പോകുന്നതായിരിക്കും, ചിലപ്പോൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത്. കാരണം ഇതിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. ഇത് ഒരു പുതിയ അധ്യായം നമ്മളുടെ ജീവിതത്തിൽ തുടങ്ങുന്നു. തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അല്ലെങ്കിൽ ഒരു അങ്ങനെ പുതിയ അധ്യായം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കരുതലെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം. ഹനുമാൻ സ്വാമി എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങൾക്ക് ലെറ്റ് ഗോ ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ്
പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും വ്യക്തികളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തോട് നിങ്ങളൊരു അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും വിട്ടുകളയാനാണ് പറയണത്. നിങ്ങളുടെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോള്, നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അപ്പം ആ ഒരു പർപ്പസിലേക്ക് എത്താൻ എന്തെങ്കിലും കാര്യം ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ അറ്റാച്ച്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന കാര്യമാണ് ഇത്, പുറത്തൊന്നും ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇത് തന്നെയാണ് ഇതിനകത്ത് ഒരു ഇന്നത്തെ ഫുൾ ഡേ ഒരു മെസ്സേജ് വന്നത്, നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരുന്ന എന്തെങ്കിലും കാര്യം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ ചെയ്തതാണെന്നുള്ളതാണ്. നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല എന്നുള്ളതാണ്. അപ്പം എന്തിനാണ് നിങ്ങളുടെ ആ ഫുൾ പൊട്ടൻഷ്യലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്തൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് അത് കുറച്ച് ഇത് റെമഡി പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ വൃത്തിയാക്കി ആവശ്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാനാണ്. അപ്പം ഇത് ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ ഇപ്പം ഈ ഏതെങ്കിലും ഒരു അറ്റാച്ച്ഡ് ആയിരുന്നു, അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയി, അപ്പോൾ അതിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിന്നൊരു റിലീസാണ് ഈ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ വൃത്തിയാക്കി നിങ്ങൾ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം കേട്ടോ. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഒഴിവാക്കി കളയുക. നിങ്ങൾ ദൈവവുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് പ്രശ്നം വരുന്നത് എപ്പോഴും. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാകാം, ചീറ്റിംഗ് വരാം, നമ്മളെ വേദനിപ്പിക്കാം. പക്ഷേ ദൈവവുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ സ്ട്രോങ്ങർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിലുള്ള മനുഷ്യരുമായിട്ടുള്ള അതൊന്നും ഒരു കാര്യവും തോന്നില്ല. നമ്മളുടെ കൂടെ ഉള്ളവരെല്ലാവരും നമ്മളെ സ്നേഹിക്കും, ബഹുമാനിക്കും, എല്ലാം ചെയ്യുമെങ്കിലും നമുക്ക് അവരിൽ നിന്നും ഉള്ളതുപോലെ അല്ല നമ്മൾ ദൈവവുമായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ദൈവത്തെ അങ്ങ് ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അത്രയും സ്നേഹിക്കുക. നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സ്നേഹം ദൈവത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് പറയണത്. അപ്പം അത് ഇപ്പം റെമഡി ആയിട്ട് പറയണത്, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇനിയിപ്പം എന്ത് തന്നെ സംഭവിച്ചാലും ചിലപ്പോൾ നമുക്കത് വിഷമമായിരിക്കും വന്നത്, എന്നാലും നമ്മൾ അവരെ വളരെ ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് കാണാനാണ്, വളരെ നമുക്ക് അവരെ ബഹുമാനിക്കുകയും മാത്രമല്ല നന്ദിയോടെ സ്മരിക്കണം എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരെ പോലും നമ്മൾ ശരിക്കും നന്ദിയോടെ സ്മരിക്കണം എന്നുള്ളതാണ് പറയണത്. അവർ ചിലപ്പോൾ നല്ലതാകാം, ചിലപ്പോൾ ചീത്തയാകാം, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരുമാകാം. അപ്പോൾ പക്ഷെ അതിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങളുണ്ട്. ആ ഒരു ബന്ധത്തിൽ നിന്നും ആ ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങൾക്ക് ആ ഒരു വ്യക്തിയെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അപ്പം നമ്മളെപ്പോഴും സ്നേഹിക്കുന്ന ആൾക്കാരല്ല നമുക്ക് ഒരുപാട് പാഠങ്ങൾ തിരിച്ചറിവ് തരുന്നത്, എപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു പാഠം പഠിപ്പിച്ചതെല്ലാം ഗുരുക്കന്മാരാണെന്ന് മനസ്സിലാക്കുക. അവരെ നമ്മളെപ്പോഴും ഗുരുവായിട്ട് തന്നെ കാണുക. യഥാർത്ഥത്തിൽ നമ്മളുടെ ഗുരുക്കന്മാർ നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരാണ്. അവിടെ നിന്നാണ് നമുക്ക് ഒരു പരിവർത്തനം വരുന്നത്. അത് എപ്പോഴും തിരിച്ചറിയാൻ ശ്രമിക്കുക. കണക്ട് വിത്ത് ഇന്നർ സെൽഫാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ലൈറ്റിൽ നിന്നും, നമ്മുടെ ഇന്നർ സെൽഫ് എന്ന് പറയുന്നത് ലൈറ്റാണ്, ആ ലൈറ്റ് തന്നെ നമ്മളെ വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ദൈവവുമായിട്ടൊരു കണക്ഷൻ, സ്ട്രോങ് കണക്ഷൻ ബിൽഡ് ചെയ്യാനാണ് ഇതിനകത്ത് ഹനുമാൻജി പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം.
ഒരുപാട് നന്ദി. താങ്ക് യു.